വൈദ്യന്മാരിലല്ലാതെ കർത്താവിൽ ആശ്രയിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വചനം, കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുന്ന് സംരക്ഷിക്കും. ഹല്ലേലൂയ! കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുന്ന് സംരക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ആഴമായിട്ട് കർത്താവിനെ ആശ്രയിച്ച, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കുന്ന വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏശയ്യാ 40:31 വചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും. ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആഴമായിട്ട് കർത്താവിൽ ആശ്രയിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവത്തെ ശക്തമായിട്ട് മുറുകെ പിടിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നീ ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിന്നെ സംരക്ഷിച്ചിരിക്കും. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പാണ്, ദൈവം നിന്നെ സഹായിക്കും. നീ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായ കാര്യം, ദൈവം നിന്നെ പരിപാലിച്ചിരിക്കും. അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനും കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുവാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് പരിശ്രമിക്കാം. കർത്താവിൻ്റെ വഴിയിലൂടെ, കർത്താവ് ആഗ്രഹിക്കുന്ന മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നൊരു വചനഭാഗം, അതായത് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായം 13 മുതലുള്ള വചനം. ഹെസക്കിയ രാജാവിൻ്റെ 14-ാം ഭരണവർഷം അസീറിയ രാജാവായ സെന്നാകരീബ് യൂദയായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ യൂദാ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിൻ ലാഖീഷിലേക്ക് ഈ സന്ദേശം അയച്ചു, എനിക്ക് തെറ്റുപറ്റി. പിന്നീട് ഇങ്ങനെ ബൈബിളിൽ പറയുന്ന അതാണ്, അതായത് ഈ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അസീറിയ രാജാവ് ഈ ഹെസക്കിയയോട് പറയാണ്, നിനക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യമുണ്ടായത്? 20-ാമത്തെ വചനം. പൊള്ള വാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണ് വിചാരം. എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ? ചാരുന്നവൻ്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണയാണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത്. ഇങ്ങനെ ഒരു കളിയാക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ ഹെസക്കിയായെ കളിയാക്കിക്കൊണ്ട്. കാരണം ശക്തനായ രാജാവാണ് സെന്നാകരീബ്, ശക്തനാണ്. അപ്പോൾ ഒരു ശക്തനല്ലാത്ത, വളരെ വളരെ ചെറിയ ആൾബലമില്ലാത്ത ദുർബലമായ സൈന്യവുമായിട്ടാണ് ഈ ഹെസക്കിയ ഉള്ളത്. അപ്പോൾ ആ ഹെസക്കിയയെ കണ്ടിട്ട്, ഹെസക്കിയയുടെ ആശ്രിത നഗരങ്ങളൊക്കെ കണ്ടിട്ട് ഈ സെന്നാകരീബ് വെല്ലുവിളിക്കുകയാണ്. അവനെങ്ങനെ പുച്ഛിച്ച് തല്ലുക, അഹങ്കാരങ്ങൾ കൊണ്ട് പറയാണ്, നീ ആരെയാണ് ആശ്രയിക്കുന്നത്? നീ ഒടിഞ്ഞ ഞാങ്ങണ പോലെയാണ്, സ്വയമായിട്ട് നിനക്ക് ശക്തിയില്ല. വീണ്ടും ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഹെസക്കിയ വീണ്ടും പറയാണ് 28-ാമത്തെ വചനം, 29-ാമത്തെ വചനം. ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നഗരം വീണ്ടെടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സെന്നാകരീബ് ഈ ഹെസക്കിയായെ മാത്രമല്ല, ഈ ഹെസക്കിയ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തെ കൂടെ പുച്ഛിക്കുകയാണ്. അതാണ് ചിലരുടെ ഉള്ളിൽ ഈ അഹങ്കാരം കയറി കഴിയുമ്പോൾ ഈ തള്ളിപ്പറയാൻ തുടങ്ങി, മനുഷ്യരെ തള്ളിപ്പറയാൻ തുടങ്ങും, ദൈവത്തെ തള്ളിപ്പറയാൻ തുടങ്ങും. അതാണ് ഈ ബൈബിളിൽ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 14:1 പറയുന്നുണ്ട്, മുകളിലൊരു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയും. അല്ലെങ്കിൽ സങ്കീർത്തനം 53:1, മുകളിലൊരു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഹൃദയത്തിൽ പറയുക എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ അടയാളമാണല്ലോ. ഈ ദൈവത്തെ തള്ളിപ്പറയും. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട്. എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നത്? എന്തിനാണ് ഇത്രയും നേരം പ്രാർത്ഥിക്കുന്നത്? അത് ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടുള്ള പുച്ഛം കൊണ്ട് മാത്രമല്ല, അവരാശ്രയിക്കുന്ന ദൈവത്തോടുള്ള പുച്ഛം കൂടെയാണ്. ചില മനുഷ്യരുടെ ഒരു മനോഭാവം അതാണ്. ഇനി ഈ കാലഘട്ടങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഇനി ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി നീ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ നീ സുഖിച്ച് ജീവിക്കുക, നീ നിൻ്റെ കഴിവിലും ബുദ്ധിയിലും ശക്തിയിലൊക്കെ ആശ്രയിച്ചാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവം എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, കർത്താവ് ഈ അഹങ്കാരിയുടെ അടയാളങ്ങൾ പോലും ഈ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വചനം പറയുന്നത് ഇങ്ങനെയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. വീണ്ടും ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ്റെ അഹങ്കാരങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും.
അപ്പോൾ ഇങ്ങനെ ഈ അഹങ്കാരത്തോടു കൂടിയാണ് ഈ അസീറിയ രാജാവ് അഹങ്കാരത്തോടുകൂടി ഹെസക്കിയെ പുച്ഛിക്കുകയാണ്. വീണ്ടും ഒരു വചനഭാഗമുണ്ട്, അതായത് 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 39-ാമത്തെ തിരുവചനം. ഒരു ദേവനും തൻ്റെ രാജ്യത്തെ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിലെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ? അപ്പോൾ ഈ രാജാവ് പറയാണ്, ഒരു രാജ്യത്തിനും ഈ അസീറിയ രാജാവിൻ്റെ അടുക്കൽ നിന്ന് ദൈവത്തെ രക്ഷിക്കാൻ പറ്റാതിരിക്കെ ഈ നിങ്ങളെ രക്ഷിക്കാനായിട്ട് കർത്താവിന് കഴിയുമോ? അങ്ങനെ ഈ ദൈവത്തെ വെല്ലുവിളിക്കുക. അതുകൊണ്ടാണ് ഈ വെല്ലുവിളിച്ചിട്ടുള്ള ജീവിതം, അത് അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്, വെല്ലുവിളിച്ചിട്ടുള്ള ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളാകട്ടെ ദൈവമായ കർത്താവിൽ അഭിമാനം കൊള്ളുന്നു. അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കും. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു, ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അഹങ്കാരത്തിൻ്റെ വാക്ക് ഈ സെന്നാക്കെരീബിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു, അസീറിയ രാജാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പെട്ടെന്ന് ഹെസക്കിയ പേടിക്കുകയാണ്. ഹെസക്കിയ ഭയപ്പെട്ടിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയപ്പെട്ടിട്ട് പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീയെപ്പോലെയാണ് ഞങ്ങൾ. അത്രമാത്രം മനസ്സ് തകർന്നിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഹെസക്കിയ രാജാവ് വിഷമിക്കുന്നത്. അത്രയും വിഷമത്തോടുകൂടി ഹെസക്കിയ രാജാവ് ഈ ഏശയ്യാ പ്രവാചകനെ വിളിച്ചു പറയാം. അതാണ് ഏശയ്യാ പ്രവാചകൻ്റെ അടുത്തേക്ക് ആളയച്ചു. ഹെസക്കിയ ഇന്ന് ദുരിതത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും ദിവസമാണ്. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഈ ഏശയ്യാ പ്രവാചകൻ പ്രത്യാശയുടെ ഒരു വചനം ഹെസക്കിയായി കൊടുക്കും. കാരണം ഒത്തിരി ഭയപ്പെട്ടിരിക്കുകയാണ്, ഒത്തിരി അധികം വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഏത് നിമിഷവും അപകടം മുന്നിൽ വരികയാണ്. ചില ജീവിതങ്ങളിൽ ചില സങ്കടകരമായ അവസ്ഥകളുണ്ട്, ചില തകർച്ചയുടെ നിമിഷങ്ങളുണ്ട്, ഒരു വഴിയില്ലാതെ മനുഷ്യൻ അലയുന്ന ഒരു സമയമുണ്ട്. ചില രോഗങ്ങളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ പരിധി അങ്ങ് വിട്ടുപോകും, നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. ചില പരാജയങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയല്ല. ഒത്തിരിയധികം മനസ്സ് തകർന്നൊരു അവസ്ഥയുണ്ട്. അങ്ങനെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഇങ്ങനെ നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥ. ചിലരെങ്ങനെയാണ് കടം കയറി 3-4 ലക്ഷത്തോളം അല്ലെങ്കിൽ വളരെയധികം തുക കടമായിട്ട് ബാങ്കിൽ നിന്ന് ജപ്തിയൊക്കെ എടുത്ത് ഇനി ഒരു വഴിയില്ലാതിരിക്കുമ്പോഴത്തേക്കും ഇനി പെട്ടെന്ന് ചിന്ത വരും, ഇനി ആര് നമ്മളെ സഹായിക്കും? അല്ലെങ്കിൽ ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജിലെത്തി, ഇനി ഒരു വഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കർത്താവ് ഇടപെടുന്ന ഒരു മേഖലയുണ്ട്, കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ലൂക്കാ 1:37. ആ വചനം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാമല്ലോ, ആ ചൈതന്യം കർത്താവ് വെളിപ്പെടുത്തി. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇതെങ്ങനെ സംഭവിക്കും? അതായത് ഒരു പുരുഷനറിയാതെ ഒരു കുഞ്ഞിന് എങ്ങനെ ജന്മം കൊടുക്കുമെന്ന് മറിയം സംശയിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഈ വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഈ എലിസബത്തിനെ വിളിക്കുന്ന പേരാ വന്ധ്യ. നാളുകളായിട്ട് അവൾക്ക് കുഞ്ഞിനെ കൊടുക്കാനായിട്ട് ശക്തിയില്ലാത്തത് കൊണ്ട്, കുഞ്ഞിനെ കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അവഹേളിക്കുന്ന രീതിയിൽ പറഞ്ഞിരുന്ന പേരാണ് വന്ധ്യ. പക്ഷേ കർത്താവ് പറയുന്നത് വന്ധ്യ എന്ന് വിളിച്ചിരുന്ന അവൾക്കിപ്പോൾ 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കുക. ചില സങ്കടങ്ങളും ചില തകർച്ചകളും ചില അസ്വസ്ഥതകളൊക്കെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുമാറ്, നിന്നെ തളർത്തിക്കളയുന്ന രീതിയിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴും നീ ഉറച്ച് വിശ്വസിക്കുക, കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. കർത്താവിൻ്റെ അതാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴ്. 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരം, എല്ലാ കരം പോലെയല്ല ദൈവത്തിൻ്റെ കരം. കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ വലതു കൈയുടെ ശക്തി, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴ് നീ എളിമയോടെ താഴ്മയോടെ നിന്നാൽ മതി, നിന്നെ കർത്താവ് എടുത്ത് ഉയർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വളരെയധികം നിസ്സഹായനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ അസീറിയ രാജാവിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ നിസ്സഹായനായിട്ട് ഹെസക്കിയ നിൽക്കുമ്പോൾ ഈ ഏശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനമാണ്, ഞാൻ അവനിൽ ഒരാത്മാവിനെ നിവേശിപ്പിക്കും, കിംവദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും, അവിടെ വെച്ച് വാളിനിരയാകാൻ ഞാൻ ഇടവരുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് പ്രത്യാശയുടെ വചനം പറയുന്നത്. ഞാൻ ഒരു കിംവദന്തി കേട്ട് അവനെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും, അവിടെ വെച്ച് അവന് വാളിനിരയാകും. അങ്ങനെ ഈ പ്രത്യാശയുടെ വചനം യെശയ്യാ പ്രവാചകൻ കൊടുക്കുകയാണ്.
വീണ്ടും ഈ ഓരോ ദിവസവും ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായി കഴിയുമ്പോൾ ഈ ഹെസക്കിയ രാജാവിൻ്റെ സൈന്യം അറിയാണ് ഈ അസീറിയൻ രാജാവ് പല സ്ഥലങ്ങൾ കീഴടക്കി. അപ്പോൾ ഹെസക്കിയയുടെ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി, ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുമ്പിൽ വെച്ചു. അവൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, കെരൂബുകളുടെ മുമ്പിൽ സിംഹാസനസ്ഥനായിരിക്കുന്നവനെ, അവിടുന്നാണ് ദൈവം, അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ ദൈവത്തിന് അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകൾ അറിയട്ടെ. ഹെസക്കിയ രാജാവിൻ്റെ പ്രാർത്ഥനയാണ്, അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകളെല്ലാം അറിയണം. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആത്മീയ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, നീ ദൈവത്തിൻ്റെ ശക്തിയെ പ്രഘോഷിക്കുക. നിന്നെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരു സാക്ഷിയായിട്ട് മാറുക. വളരെ ഒരു പ്രത്യേകതയാണ്. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകും. അതാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ 10 കുഷ്ഠരോഗികളുടെ പ്രത്യേകത. അവർ സുഖമാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് അതാണ്. എല്ലാവരും ഒക്കെ അനുഗ്രഹം കിട്ടുന്നുണ്ട്, എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട്, വിദേശങ്ങളിലേക്ക് ജോലി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകുന്നുണ്ട്, നല്ല സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവത്തെ അങ്ങ് മറക്കാൻ തുടങ്ങും. അനുഗ്രഹം കിട്ടി, അനുഗ്രഹം തന്ന് ദൈവത്തെ മറന്ന് ജീവിക്കാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വലിയൊരു അപകടം തന്നെയാണ് എന്ന്, അപകടകരമായൊരു പ്രവണത തന്നെയാണെന്ന് കൃത്യമായിട്ട് സുവിശേഷം പരിശോധിച്ചാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപകടമായ പ്രവണതയാണ്. അങ്ങനെ ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഹെസക്കിയ രാജാവ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ വാക്ക് യെശയ്യാ പ്രവാചകൻ വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്കാണ്. നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം. നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവ്വം ദൃഷ്ടി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരെ. എത്ര ഹൃദയസ്പർശി ശക്തമായൊരു വചനമാണ്. ചോദിക്കുന്ന ചോദ്യം, നീ ആരെയാണ് പരിഹസിക്കുന്നത്? നീ ആരെയാണ് നിന്ദിക്കുന്നത്? ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവ്വം ദൃഷ്ടികൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശക്തി അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. ദൈവത്തിൻ്റെ ശക്തി നീ അറിയണം. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയണം. ആ കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസീറിയ രാജാവിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രം ചെയ്യുകയോ പരിധി ധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധം തീർക്കുകയോ ചെയ്യുകയില്ല. അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയെ തന്നെ മടങ്ങുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് രാത്രി ബൈബിളിൽ പറയാണ് എങ്ങനെയാണ് ഈ രാജാവ് പരാജയപ്പെടുന്നതെന്ന്. അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ച് പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ അവർ ജഡമായി മാറിയിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതനാണ്. അതാണ് കർത്താവിൻ്റെ ദൂതൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1,85,000 പേരെ വധിച്ച് പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ അവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു. പിന്നെ അസീറിയ രാജാവായ സെന്നാക്കരീബ് അവിടെ നിന്ന് നിനവയിലേക്ക് പോയി അവിടെ താമസിച്ചു. അവൻ ദേവനായ നിസ്രോക്കിൻ്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമലേക്കും ശുരസറും കൂടി അവനെ വാൾ കൊണ്ട് വെട്ടിയതിന് ശേഷം ആറാറാത്ത് ദേശത്തെ കൂടി രക്ഷപ്പെട്ടു. കൊല്ലാനായിട്ട് ഒരു ദേശത്തെ മുഴുവൻ യൂദയ ദേശത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് വന്ന രാജാവിൻ്റെ അന്ത്യമാണ്. അതായത് ഈ ഹെസക്കിയ രാജാവിന് യുദ്ധം പോലും ചെയ്യാതെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. കർത്താവിൻ്റെ ദൂതൻ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരെയും കൊന്നുകളഞ്ഞു. രാജാവ് തന്നെ മരിക്കുകയാണ്. പ്രിയപ്പെട്ട, അതാണ് ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉറച്ച് വിശ്വസിക്കണം. കർത്താവിൻ്റെ ശക്തമായ ശക്തിയിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ശക്തിയിൽ നീ ആഴമായിട്ട് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നീ ഉറച്ച് വിശ്വസിക്കണം. ആ ദൈവിക ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ നിൻ്റെ മേലെ കർത്താവിൻ്റെ കൃപ ചൊരിയും. അതുകൊണ്ടാണ് ഈ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരപ്പട്ടാളുമല്ല, ദൈവമായ കർത്താവ് തന്നെ നിന്നെ രക്ഷിക്കും. യുദ്ധമൊന്നുമല്ല, നിന്നെ കർത്താവ് രക്ഷിക്കുന്ന ഒരു മേഖലയുണ്ട്. അതാണ് ശക്തമായിട്ട് നീ വിശ്വസിക്കുക.
നീ എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ശക്തമായിട്ട് നീ വിശ്വസിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 107 അധ്യായത്തിൽ ഈ പല ആവർത്തി എഴുതിയിരിക്കുന്നൊരു വചനമാണ്. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. നിനക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ, നിനക്ക് സങ്കടങ്ങളുണ്ടാകുമ്പോൾ, നിനക്ക് പരാജയങ്ങളുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഒത്തിരി തളർന്നു പോകുമ്പോൾ, ജീവിതത്തിൽ ഒത്തിരിയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഓർച്ചങ്ങ് വിശ്വസിക്ക്. നീ കർത്താവിൽ ശക്തമായിട്ടങ്ങ് ആശ്രയിക്ക്. ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് പ്രത്യാശ അർപ്പിക്ക്. നീ പ്രത്യാശ അർപ്പിക്കുന്നത് നിൻ്റെ ദൈവമായ കർത്താവിലായതുകൊണ്ട് ആ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ നിൻ്റെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളിൽ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ ഉറച്ച് കർത്താവിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഈ മോശയിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകം 14:13 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. വീണ്ടും പറയാണ് പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. നിങ്ങളവിടെ ഇരുന്നാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശക്തമായ ആഴമായ ബോധ്യം വിശ്വാസമാണ് ഈ ദൈവത്തിൻ്റെ ശക്തിയിൽ. അതാണ് നമ്മളെ കൂടുതലായിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു 3 ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തെ ചിന്ത, ഈ കഷ്ടതകളിലും തകർച്ചകളിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുക. നിനക്ക് കഷ്ടതകളുണ്ടായിരിക്കാം, നിനക്ക് ഒത്തിരി തകർച്ചകളുണ്ടായിരിക്കാം. ഈ കഷ്ടതകളുടെയും തകർച്ചകളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ 30:20 കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. മനുഷ്യജീവിതത്തിൽ ഈ സങ്കടങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, അല്ലേ? നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുമല്ലോ. ചിലർക്ക് കർത്താവ് ഈ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയാണ്. കർത്താവ് കൂടുതൽ സ്നേഹിക്കുന്നവർ റാഹേലിന് കുഞ്ഞുങ്ങളെ നൽകാതിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത റാഹേൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവൾക്ക് കിട്ടിയ ഉണ്ടാകുന്ന കുഞ്ഞിന് ദൈവം പ്രത്യേകം ജോസഫിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് മാറി. അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ റൂത്തിൻ നവോമി കണ്ണുനീരോടുകൂടി ഒരു കാലഘട്ടം മുഴുവൻ കരഞ്ഞ് ജീവിച്ചവളാണ്. അതിൻ്റെ ഫലമായിട്ടോ അവളുടെ ആ കൊച്ചുമകൻ രക്ഷാകര പദ്ധതിയിൽ അവൻ ഭാഗമായിട്ട് മാറി. അങ്ങനെയാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണ് കർത്താവ് നിന്നെ ഒരുപക്ഷെ ഞെരുക്കുന്ന അവസ്ഥയിലൂടെ കടത്തിവിടും. കർത്താവ് നിനക്ക് രോഗാവസ്ഥയിലൂടെ കടത്തിവിടും. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം പ്രതിസന്ധികൾ അയക്കും. പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈശോ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ദൈവം നിന്നെ രക്ഷിക്കാനായിട്ടൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എന്ന് നിൻ്റെ കഷ്ടതയുടെ സമയത്ത് നീ വിശ്വസിക്കുക. കഷ്ടകാലങ്ങളിൽ ഈ കർത്താവിൽ ശരണം തേടുക, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിനെ മുറുകെ പിടിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടങ്ങളിലും വേദനകളിലും ദൈവത്തെ മുറുകെ പിടിക്കുന്നവരോട് ദൈവത്തിന് അത്രമാത്രം സ്നേഹമാണ്. അതാണ് ഈ ജോസഫിൻ്റെ കഷ്ടതയുടെ നാളുകളിൽ ജോസഫ് ദൈവത്തെ ചേർത്ത് വെച്ചാണ് ജീവിച്ചത്. പുതിയ നിയമത്തിലും അങ്ങനെയാണ്. പുതിയ നിയമത്തിലെ യോസേപ്പ് പിതാവും കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തെ മുറുകെ പിടിച്ചു. ആലോചന മുഴുവൻ ദൈവത്തോടാണ്. അതുകൊണ്ട് നടത്തുന്ന മുഴുവൻ ദൈവമാണ്. ഇപ്പോൾ ഈജിപ്തിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഹെറോദേസിൻ്റെ വാള് അല്ലെങ്കിൽ ഈജിപ്തിലെ അനർത്ഥങ്ങൾ. പക്ഷേ ഈ കഷ്ടതയിലും ഉറച്ച പ്രത്യാശയാണ്. ഈ പറഞ്ഞതാരാണ്? ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ ദൈവമാണെങ്കിൽ കൊണ്ടുപോവുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആരാണ്? ദൈവം തന്നെയാണ്. അപ്പോൾ ആഴമായ പ്രത്യാശ ഉണ്ടായിരിക്കുക. രണ്ടാമത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടതയുടെ നാളുകളിൽ നീ ദൈവത്തെ മുറുകെ പിടിക്കുക. ജോബിൻ്റെ ജീവിതത്തിൽ അറിയാം, ജോബിന് ഒന്നിനു പുറകെ ഒന്നായിട്ട് അനർത്ഥങ്ങൾ വന്നപ്പോൾ ജോബ് മുറുകെ പിടിച്ച ദൈവത്തെയാണ്. തോബിത്തിൻ്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ കാഴ്ചക്കുറവായിട്ടും ദാരിദ്ര്യമായിട്ടും വന്നപ്പോഴും ജോബ് മുറുകെ പിടിച്ചത് ദൈവത്തെയാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് അനർത്ഥങ്ങളും അപകടങ്ങളും തകർച്ചകളും പ്രതിസന്ധികളും ഉപദ്രവങ്ങളും ഉണ്ടായപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചു. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 1 പത്രോസ് 4:12 പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ കണ്ട് പരിഭ്രമിച്ചാൽ എന്നതുപോലെ നിങ്ങൾ അസ്വസ്ഥപ്പെടരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കാളികളായതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കും.
നീ ഇന്ന് വളരെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നീ ദൈവത്തെ മുറുക്കെ പിടിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും ഉണ്ട്. പക്ഷേ പിന്നീട് നീ സന്തോഷിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ, നിൻ്റെ കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിച്ചതിനോർത്ത് നിനക്ക് സന്തോഷിക്കാനായിട്ട് കർത്താവ് വക നൽകും. അപ്പോൾ അതുകൊണ്ട് ഈ കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെ നാളുകളിൽ നീ ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയാക്കി മാറുക. മൂന്നാമതായിട്ട് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് കഷ്ടതയും സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ എളിമപ്പെടുക, കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. ഒരു പക്ഷേ 5-6 പ്രാവശ്യം, പലപ്പോഴും പലരും പറയുന്നൊരു കാര്യം, അച്ഛാ ഞാൻ 6 പ്രാവശ്യം OET എഴുതി പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് നടത്തി പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്തത് പരാജയപ്പെട്ടു, എല്ലാ രീതിയിലും എനിക്ക് തകർച്ചകളാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ആത്മീയമായിട്ട് നീ ചെയ്തിട്ടും നിനക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നീ എളിമപ്പെട്ട് താഴ്മയോടെ നിൽക്കുക, നീ താഴ്മയോടെ നിൽക്കുക. അതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന വചനമുണ്ടല്ലോ, ദാനിയേലിൻ്റെ പുസ്തകം 10:12. ദാനിയേലെ, നീ ശരിയായി അറിയേണ്ടതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട അന്ന് മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അപ്പോൾ ഈ ദൈവം ഈ കൂടുതൽ പ്രാർത്ഥന കേട്ട് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്ന ഒരു തലമാണ്. അവൻ്റെ തകർച്ചയിൽ, അവൻ്റെ പരാജയത്തിൻ്റെ സമയത്ത് നീ ദൈവത്തെ എതിര് പറയാതെ, അല്ലെങ്കിൽ നീ ദൈവം ഇല്ല എന്ന് പറയാതെ ഈശോയുടെ മുമ്പിൽ നിസ്സഹായനാണെങ്കിലും എളിമപ്പെട്ട് നിൽക്കുക. നിന്നെ ഈശോയ്ക്ക് ആവശ്യമുണ്ട്. അതാണ് ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. അപ്പം അത്രമാത്രം എളിമയാണ് ഈ എളിമ. ചിലരുടെയൊക്കെ ഉള്ളിലുള്ളൊരു ബുദ്ധിപരമായ ചിന്തയാണ്, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവം നമ്മളെ ഉപേക്ഷിച്ചു, ഇനി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് ഉണ്ടാകേണ്ട പ്രത്യാശയാണ്, നിന്നെ ഒരിക്കലും ദൈവം തള്ളിക്കളയല, നിന്നെ ഒരിക്കലും അവഗണിക്കുകയല്ല, നിന്നെ ഒരിക്കലും കർത്താവ് നിന്നിൽ നിന്ന് അകന്നുപോയി, നിന്നിൽ നിന്ന് മുഖം മറക്കുകയല്ല, നിന്നിൽ നിന്ന് കർത്താവ് മാറി നിൽക്കുകയല്ല. അപ്പോൾ ആഴമായ ബോധ്യമുണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദൈവത്തിൽ, നിൻ്റെ കണ്ണുനീരിൽ ദൈവത്തെ ആശ്രയിച്ച ദൈവം നിന്നെ സംരക്ഷിക്കും.